ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരുന്നതും എന്നാൽ ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ സ്കിൻ ആൻഡ് ഹെയർ കെയർ ഒക്കെ. അപ്പോൾ ഞാൻ സ്കിൻ കെയറിനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേസ് പാക്കുകൾ തന്നെയാണ് കേട്ടോ. ഫേസ് പാക്കുകൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് തന്നെയാണ്. ഇത് ഞാൻ ഒരുപാട് നാൾ മുന്നേ തൊട്ട് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് യൂസ്ഡ് ആയിട്ടുള്ളൊരു പാക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കടലമാവും നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. എനിക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഇതുപോലെ സെൽഫ് പാമ്പറിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കാണാൻ പറ്റും. റെഗുലർ യൂസിൽ നല്ല ഡിഫറൻസും അറിയാൻ പറ്റും. പിന്നെ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത റേറ്റാണ് ഈ ഒരു കുങ്കുമാതി ഓയിൽ കേട്ടോ. ഇതും ഓർഗാനിക് ആണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നിങ്ങളടുത്ത് റിവ്യൂ ഷെയർ ചെയ്യാം. ഫേസ് മസാജ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഓഫ് നമ്മൾ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഒത്തിരി വെള്ളം കുടിക്കുക വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.